ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ഡിഫറൻറ്റ് ഡേറ്റുകൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എങ്ങനെ എക്സൽ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഫോർമുല ഉപയോഗിച്ച് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഞാൻ രണ്ട് ഡേറ്റുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും 15 ഓഗസ്റ്റ് 1947, അതേപോലെ 1 ജാനുവരി 2025. ഈ രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ഇയേഴ്സ്, മന്ത്, ഡേയ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇത് എത്ര ഇയേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. അതിനുവേണ്ടി ഇയേഴ്സ് കോളത്തിൽ ഞാൻ ഈക്വൽ ടു അടിച്ചതിന് ശേഷം ഡേറ്റഡ് ഈഫ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്രാക്കറ്റ്, അതിനുശേഷം ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് എഴുതിയ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് കോമ അടിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് കോളം, വീണ്ടും കോമ, അതിനുശേഷം ഡബിൾ കോട്ട്, അതിനുശേഷം ലെറ്റർ വൈ, വീണ്ടും ഡബിൾ കോട്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 77. ഈ രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ഇയേഴ്സിൻ്റെ വ്യത്യാസം 77 ഇയേഴ്സാണ്. ഇനി നമുക്ക് എത്ര മന്ത്സ് ഉണ്ട് എന്ന് നോക്കാം. ഓക്കെ, മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ടു ഡേറ്റഡ് ഈഫ് ബ്രാക്കറ്റ്, അതിനുശേഷം ഫസ്റ്റ് കോളം കോമ, സെക്കൻഡ് കോളം കോമ, ഡബിൾ കോട്ട്. ഇനി ഇവിടെ വൈ എം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഡബിൾ കോട്ട്, വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. അത് 77 ഇയേഴ്സും 4 മന്ത്സും ഉണ്ട്. ഇനി നമുക്ക് എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈക്വൽ ടു ഡേറ്റഡ് ഈഫ് ഓപ്പൺ ബ്രാക്കറ്റ്, ഫസ്റ്റ് കോളം കോമ, സെക്കൻഡ് കോളം കോമ, ഡബിൾ കോട്ട്. ഇനി എം ഡി മന്ത് ആൻഡ് ഡേയ്സ് എന്നതിനെ എം ഡി അടിക്കുന്നു, ഡബിൾ കോട്ട്, ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, 17 ദിവസവുമുണ്ട്. ഇനി ഈ ഇയറും മാസവും ഡേയ്സും എല്ലാം നമുക്ക് വേർഡിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഞാനിവിടെ ഏജ് ഇൻ വേർഡ് എന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈക്വൽ ടു ഫസ്റ്റ് കോളം, അതായത് ഇയേഴ്സിൻ്റെ കോളം ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആൻഡ് സിമ്പൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡബിൾ കോട്ട്, അതിനുശേഷം ഒരു സ്പേസ്, അതിനുശേഷം ഇയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പേസ് അടിച്ചതിന് ശേഷം വീണ്ടും ഡബിൾ കോട്ട്, അതിനുശേഷം ആൻഡ് സിമ്പൽ വീണ്ടും, അതിനുശേഷം നെക്സ്റ്റ് കോളം, മന്തിൻ്റെ കോളം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആൻഡ് വീണ്ടും അടിക്കുന്നു. അതിനുശേഷം ഡബിൾ കോട്ട്, ഒരു സ്പേസ്, മന്ത്സ് എന്ന് അടിക്കുന്നു, വീണ്ടും സ്പേസ്, ഡബിൾ കോട്ട്, അതിനുശേഷം വീണ്ടും ആൻഡ് സിമ്പൽ, അതിനുശേഷം നെക്സ്റ്റ് കോളം, ഡേയ്സിൻ്റെ കോളം അടിക്കുന്നു, വീണ്ടും ആൻഡ് സിമ്പൽ, അതിനുശേഷം ഡബിൾ കോട്ട്, സ്പേസ്, ഡേയ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, സ്പേസ് അടിച്ച് ഡബിൾ കോട്ട്, എൻ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 77 ഇയേഴ്സ് 4 മന്ത്സ് 17 ഡേയ്സ്. അതിൻ്റെ യൂസ് ചെയ്ത ഫോർമുല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സലിൽ എങ്ങനെയാണ് രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള മാസവും ദിവസവും ഇയേഴ്സുമെല്ലാം കണ്ടെത്തുന്നത് എന്ന്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മാറ്റി കൊടുത്ത് നോക്കാം. ഈ 1947 എന്നുള്ളത് ഞാൻ 1980 ആക്കുന്നു. അപ്പോൾ ഇവിടെയും അതെല്ലാം മാറുന്നത് കാണാൻ പറ്റും. ഒന്നുകൂടെ മാറ്റുന്നു. ഞാൻ മാസം ഒന്ന് മാറ്റുന്നു.
അപ്പോഴും ഇവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.